കേരളത്തിന്റെ തെരുവോരങ്ങളിൽ പതിനായിരങ്ങൾ അണിനിരന്നതോടെ വിലാപയാത്ര 22 മണിക്കൂർ വൈകിയാണ് വേലിക്കകത്ത് വീട്ടിലേക്ക് എത്തിയത്. പെരുമഴയെപ്പോലും വകവയ്ക്കാതെ ജനക്കൂട്ടം കണ്ണേ കരളേ VSA എന്ന മുദ്രാവാക്യങ്ങളുമായി പ്രിയ നേതാവിന് അന്തിമോപചാരം അർപ്പിച്ചു. കേരള ജനത ഒന്നാകെ തെരുവോരങ്ങളിൽ അണിനിരന്നതോടെ വിലാപയാത്ര 22 മണിക്കൂർ വൈകിയാണ് വേലിക്കകത്ത് വീട്ടിലെത്തിയത്. പെരുമഴയെപ്പോലും വകവയ്ക്കാതെ ജനക്കൂട്ടം കണ്ണേ കരളേ VSA എന്ന മുദ്രാവാക്യമുയർത്തി പ്രിയ സഖാവിന് അന്തിമോപചാരം അർപ്പിച്ചു. ആയിരങ്ങളാണ് വേലിക്കകത്ത് വീട്ടിലേക്ക് ഒഴുകിയെത്തിയത്. ഇതോടെ പൊതുദർശനത്തിന്റെ സമയക്രമവും തെറ്റി. തുടർന്ന് വിലാപയാത്രയായി VSന്റെ തട്ടകമായ ആലപ്പുഴ CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനം. മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPIM ജനറൽ സെക്രട്ടറി MA ബേബി, CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ, പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ K ബാലകൃഷ്ണൻ, U വാസുകി, ബിജു കൃഷ്ണൻ, A വിജയരാഘവൻ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, സംസ്ഥാന മന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണൻ, മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി തങ്ങൾ, അഖിലേന്ത്യാ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി, BJP മുൻ അധ്യക്ഷൻ K സുരേന്ദ്രൻ എന്നിവർ അന്തിമോപചാരം അർപ്പിച്ചു. MLA മാർ, വിവിധ സംഘടനാ നേതാക്കൾ, മത സാമൂഹ്യ നേതാക്കൾ, സാംസ്കാരിക പ്രവർത്തകർ എന്നിവരും ഓഫീസിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു. ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും ബീച്ച് റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് നീങ്ങുമ്പോൾ സാഗരം കണക്കെ ജനസഹസ്രങ്ങളാണ് കേരളത്തിന്റെ വിപ്ലവകാരിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ തടിച്ചുകൂടിയത്. എല്ലാ കണക്കുകൂട്ടലും തെറ്റിച്ച് ബീച്ച് റിക്രിയേഷൻ ഗ്രൗണ്ടിലും ആയിരങ്ങൾ ഒഴുകിയെത്തി. ഇതോടെ 4 ലൈനായി അന്ത്യാഞ്ജലി അർപ്പിക്കാൻ സൗകര്യമൊരുക്കി. തുടർന്ന് VSന്റെ മൃതദേഹം കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് വീര വിപ്ലവകാരികൾ ഉറങ്ങുന്ന വലിയ ചുടുകാട്ടിലേക്ക് കൊണ്ടുപോയി. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.